നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഞാൻ മുരളി സാറാണ്. നമ്മുടെ പ്ലസ് 1 ക്ലാസ് നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിന്ന് 5ാമത്തെ ചാപ്റ്ററായ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഉറപ്പായിട്ടും നമ്മുടെ പോർഷൻസ് എല്ലാം തീർന്നിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇടുന്നുണ്ട്. ജോയിൻ ചെയ്യാത്തവർക്ക് ജോയിൻ ചെയ്യാം. അതുകൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അതിൻ്റെ ലിങ്കും ഇടുന്നതായിരിക്കും. അപ്പം നോട്ട്സ് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ടുഡേ വി ഡിസ്കസ് അബൌട്ട് എ ന്യൂ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ആ പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അല്ലേ? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, മാറ്ററിനെ കുറിച്ച് സ്റ്റഡി നമ്മൾ ചെയ്യണം. അപ്പോൾ യു നോ ദാറ്റ് മാറ്റർ ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 3 types. വാട്ട് ആർ ദേ? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. പിന്നെ വേറെ സ്റ്റേറ്റ് ഉണ്ട്, പ്ലാസ്മ, നിങ്ങൾക്കറിയാം അല്ലേ? പക്ഷെ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാസസിനെ കുറിച്ചാണ്. ഗ്യാസസ്, നമുക്കറിയാം ഗ്യാസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് അല്ലേ? ഗ്യാസ് എന്ന് പറയുമ്പോൾ അത് കംപ്രസിബിൾ ആണ്. കൂടാതെ മോളിക്യൂൾസ് ഒക്കെ വളരെ അകന്നിരിക്കുകയാണ്. അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്. പിന്നെ ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് അതിരിക്കുന്ന കണ്ടെയ്നറിന്റെ വോളിയം ആയിരിക്കും, അല്ലെങ്കിൽ ഷേപ്പ് അതിന് തുല്യമായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ടുഡേ വിൽ ഡിസ്കസ് അബൌട്ട് certain laws, നിയമങ്ങൾ. മനസ്സിലായോ? അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകും. നിയമങ്ങൾ, ഗ്യാസ് ഒബേ ചെയ്യുന്ന ചില നിയമങ്ങളാണ്. അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പോർഷനിലേക്ക് കടക്കാൻ പോവാം. സോ ടുഡേ വി ഡിസ്കസ് അബൌട്ട് ഗ്യാസ് ലോസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്യാസ് ലോസ്. അപ്പോൾ പല പല സയന്റിസ്റ്റുകൾ ഗ്യാസിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് കിട്ടിയ റിസൾട്ടുകളാണ് നമ്മൾ ലോസ് ആയിട്ട് പഠിക്കാൻ പോകും. അതിൽ ആദ്യമായിട്ട് സ്റ്റഡി ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് ബോയിൽ എന്നാണ്. ബോയിൽ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം കണ്ടുപിടിച്ച നിയമം അതിനെ ബോയ്സ് ലോ എന്നറിയപ്പെടും. ബോയ്സ് ലോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ലോ. അപ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആദ്യം ഞാൻ ഒന്ന് പറയാൻ പോവാണ്. ശ്രദ്ധിക്കാം. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇതാണ് നിയമം. നോക്കുക. The law states that volume of a given mass of a gas, ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പോൾ വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. എന്ന് പറയുന്ന അർത്ഥം എന്താ? ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് അതിന്റെ പ്രഷറുമായി നോക്കുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. എന്താ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ? വോളിയം കൂടിയാൽ പ്രഷർ കുറയണം, അല്ലെ പ്രഷർ കൂടിയാൽ വോളിയം കുറയണം. അപ്പോൾ ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുകയാണെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻ വിളിച്ച പേരാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ പറയും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ നോക്കുക. അപ്പോൾ ഇതൊരു വെസലാന്നിരിക്കട്ടെ, ഒരു വെസൽ. ഇതൊരു പിസ്റ്റൺ എന്നിരിക്കട്ടെ. ഇതിനകത്ത് ഇപ്പോൾ ഒരു ഗ്യാസ് നമ്മൾ നിറച്ച് വെച്ചിരിക്കുകയാണ്. സപ്പോസ് ഗ്യാസ് ഡെഫിനറ്റ് വോളിയം, അത് വീണ് ഞാൻ മാർക്ക് ചെയ്യും. മനസ്സിലായോ? ഇപ്പോൾ ഒരു ഡെഫിനറ്റ് പ്രഷറുണ്ട്. ഓക്കെ, ഇത് ടെമ്പറേച്ചർ സപ്പോസ് ഇപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് എന്നോ എന്തെങ്കിലും മാർക്ക് ചെയ്യുന്നു, അല്ലായിക്കോട്ടെ. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പിസ്റ്റൺ പതുക്കെ താഴോട്ട് താക്കുന്നു. അപ്പൊ എന്തായിരിക്കും അവസ്ഥ? ഒരു വെസല് പിസ്റ്റൺ താഴോട്ട് പോരുന്നു. കണ്ടോ? അപ്പൊ എന്ത് സംഭവിച്ചു? വോളിയം കുറഞ്ഞു അല്ലേ? അപ്പൊ പ്രഷർ എന്താ? കൂടും. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻ എഴുതാം. V proportional to 1/p. കണ്ടോ? ഇങ്ങനെ എഴുതാം. V proportional to 1/p. സെന്റൻസ് വായിക്കുമ്പോൾ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഹിസ് പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പൊ ഇത് ബോയ്സ് ലോ ചോദിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എഴുതാം, അല്ല ഇക്വേഷൻ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. V proportional to 1/p അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അത് കറക്റ്റാണ്. ഇനി ഇതൊന്ന് ചില മോഡിഫിക്കേഷൻ വരുത്താൻ പോകണം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു ഈക്വൽ ആക്കാൻ പോകാം. അപ്പൊ V is equal to ഒരു കോൺസ്റ്റന്റ് കൊടുക്കുന്നു അല്ലെ? എ കോൺസ്റ്റന്റ് ഇൻറ്റു 1/p എന്നാണ്. ശരിയാണല്ലോ. ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പൊ PV is equal to എ കോൺസ്റ്റന്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ ബോയ്സ് ലോയ്ക്ക് ഒന്നാമത്തെ ഇക്വേഷൻ V proportional to 1/p, അത് കറക്റ്റാണ്. അതിനെ മോഡിഫൈ ചെയ്യുമ്പോൾ PV is a constant. ഇത് പറഞ്ഞാൽ ശരിയാണ്. എന്താ അർത്ഥം? എന്താ? ഒരു ഗ്യാസിന്റെ പ്രഷറിനെ അതിന്റെ തന്നെ വോളിയം വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ലോയെ വിളിച്ച പേരാണ് ബോയ്സ് ലോ. അപ്പൊ PV is a constant മാറി.
ഉറപ്പായാലോ? ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അതിനെ നമ്മൾ വേറെ ഫോമിലേക്ക് മാറ്റാൻ പോകണം. നോക്കുക, അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരേ ഗ്യാസ് തന്നെയാണ് അല്ലെ, രണ്ട് അവസ്ഥകളാണ്, രണ്ട് ഡിഫറെന്റ് സ്റ്റേറ്റ് ഇരിക്കുകയാണ്. എന്തൊക്കെയാണ്? ആദ്യത്തിന്റെ വോളിയം സപ്പോസ് ഞാൻ V1 എന്ന് മാർക്ക് ചെയ്യും, അവിടെ ഉണ്ടാകുന്ന പ്രഷർ P1 ഞാൻ മാർക്ക് ചെയ്യും. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വന്നപ്പോൾ വോളിയം വേറെ ആയി, അപ്പൊ V2 എന്ന് മാർക്ക് ചെയ്യും. അപ്പൊ പ്രഷറും വേറെ ആവത്തില്ലേ, അത് P2 എന്ന് മാർക്ക് ചെയ്യും. കണ്ടോ? അപ്പോൾ എ ഗ്യാസ് അണ്ടർ ടു ഡിഫറെന്റ് കണ്ടീഷൻസ്, വളരെ വോളിയം V1 ആൻഡ് V2, then പ്രഷർ P1 ആൻഡ് P2, ടെമ്പറേച്ചർ ബി കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇക്വേഷൻ ആദ്യത്തിലേക്ക് അപ്ലൈ ചെയ്ത് അപ്പൊ എന്താവും? P1 V1 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എഴുതാമല്ലോ. ഇതേ ഇക്വേഷൻ രണ്ടാമത്തിൽ അപ്ലൈ ചെയ്തേ അപ്പൊ P2 V2 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, അതും കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് സൈഡ് നോക്കിയിട്ട് രണ്ടും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ റൈറ്റ് സൈഡ് കോൺസ്റ്റന്റ് ആകുമ്പോൾ ലെഫ്റ്റ് സൈഡ് എന്താ? സെയിം ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്ന് എഴുതിയാൽ കറക്റ്റ് ആണ്. കണ്ടോ? ഇത് വേറൊരു ഫോമാണ്, മനസ്സിലാക്കിയത്. അപ്പൊ നമ്മൾ ബോയ്സ് ലോണിക്കപ്പോൾ 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ എന്തായിരുന്നു? V പ്രൊപ്പോർഷണൽ ടു 1/P. രണ്ടാമത്തെ എന്താ? PV is a constant. മൂന്നാമത്തെ എന്താ? P1 V1 is equal to P2. Okay, so these are 3 different equations for Boyle's law. Clear ആയല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് how will you represent Boyle's law graphically? Graphical representation of Boyle's law. Boyle's law ക്ക് ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ സാധിക്കും നോക്കുക. അല്ല, ആദ്യത്തെ ഇക്വേഷൻ നോക്കിയാൽ PV is a constant അല്ലെ? PV is a constant എന്ന് പറയുന്ന അർത്ഥം എന്താ? പ്രഷർ എത്ര കണ്ട് കൂടിയാലും അതിന്റെ PV വാല്യൂ എപ്പോൾ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഗ്രാഫിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് PV വേഴ്സസ് P ആണ്. എന്ന് പറഞ്ഞാൽ പ്രഷറും വോളിയം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അത് y ആക്സിൽ എടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രഷർ വാല്യൂ x ആക്സിൽ എടുക്കുക. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഗ്രാഫ് കിട്ടും. നോക്കുക, അപ്പൊ ഞാൻ ഫസ്റ്റ് ഗ്രാഫ് വരയ്ക്കാനായിട്ട് ഇതുപോലെ x ആക്സ്, ഇത് y ആക്സ്. ഓക്കെ, PV value along the y axis and the pressure along the x axis. So suppose this PV at a different temperature it has a different value. Suppose ഇതാന്നിരിക്കട്ടെ. ഇനി എന്താ? പിസ്റ്റൺ പതുക്കെ താക്കുന്നു, അപ്പോൾ പ്രഷർ എന്താ? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അടുത്ത പോയിന്റ് സപ്പോസ് ഇതാന്നിരിക്കട്ടെ. അപ്പോൾ PV എന്താ? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നോക്കി പോയിന്റ് എങ്ങനെ വരയ്ക്കുന്നത്? ഈ പോയിന്റിൽ നിന്ന് നേരെ മേളോട്ട് കണ്ടോ? അപ്പോൾ PV കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ സപ്പോസ് ഈ ഒരു പോയിന്റ് വരും. വീണ്ടും പിസ്റ്റൺ താക്കുന്നു, അപ്പോൾ സപ്പോസ് പ്രഷർ കൂടി, അപ്പോഴും PV എന്താ? കോൺസ്റ്റന്റ് ആണ്. ഇത് അടുത്ത പോയിന്റ് ഇതാണ് കണ്ടോ? വീണ്ടും പിസ്റ്റൺ താക്കുന്നു, അപ്പോഴും പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷെ PV വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഗ്രാഫിൽ ഇപ്പൊ 4 പോയിന്റ്സ് വന്നിട്ടുണ്ട് അല്ലെ? ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് 4 കൂടെ ചേർത്ത് ഒരു ലൈൻ വരയ്ക്കാൻ പോലെ കണ്ടോ? അപ്പൊ ഗ്രാഫിന് പ്രത്യേകത എന്താണ്? ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഈസ് പാരലൽ ടു x ആക്സിസ്. അപ്പൊ ഇതിന്റെ മനസ്സിലാക്കുക, ഒരു ഗ്യാസിന്റെ പ്രഷറും അതിന്റെ PV വാല്യൂ കൂടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സോ ദിസ് ഈസ് ദ വൺ ഓഫ് ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ബോയ്സ് ലോ ബൈ PV വേഴ്സസ് P. അപ്പൊ P എത്ര കണ്ട് കൂടിയാലും PV എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ ഗ്രാഫ്. അപ്പൊ ഇത് ഫസ്റ്റ് 1. ഇനി സെക്കൻഡ് ഗ്രാഫ് എന്താ വെച്ചാൽ ഇതേപോലെ തന്നെ x ആക്സും y ആക്സും എടുക്കുക. എന്നിട്ട് വോളിയം വേഴ്സസ് P ആണ്. വോളിയം വേഴ്സസ് P അതെന്താ പറയുന്നത്? P എത്ര കണ്ട് കൂടുന്നു അതിന്റെ വോളിയം എന്താ? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നാലും നോക്കിയും ആദ്യം പ്രഷർ വളരെ കുറവാണ്, അപ്പോൾ വോളിയം എന്താ? വളരെ ഹൈ ആയിരിക്കും. അപ്പൊ ഗ്രാഫിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇവിടുന്ന് മനസ്സിലാക്കുക, വോളിയം ഹൈ, പ്രഷർ കുറവ് കണ്ടോ? ഇനി പിസ്റ്റൺ പതുക്കെ താക്കുന്നു, അപ്പൊ പ്രഷർ എന്താ? ഇൻക്രീസ് ചെയ്യും, പക്ഷെ വോളിയം ഇപ്പൊ എന്ത് ചെയ്യും? കുറയും. അപ്പൊ അങ്ങനെ വന്ന് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ കിട്ടുന്നത് ഇങ്ങനെ കർവ് പോലെ ഉണ്ടാവും. അപ്പൊ ദിസ് എ കർവ് ആൻഡ് ദാറ്റ് കർവ് ഷോസ് ദാറ്റ് when pressure increases volume decreases. ക്ലിയർ ആയല്ലോ? അപ്പൊ രണ്ടാമത്തെ ഗ്രാഫായി. ഇനി മൂന്നാമത്തെ ഗ്രാഫ് എന്താണെന്ന് ചോദിച്ചാൽ നോക്കുക, നമ്മൾ ഇതുപോലെ ഒരു ഗ്രാഫ് എടുക്കുന്നു. ഇത് x ആക്സ്, ഇത് y ആക്സ്. ഓക്കെ, ഇനിയും വോളിയം വേഴ്സസ് പ്രഷർ വേഴ്സസ് 1/V. പ്രഷർ വേഴ്സസ് 1/V ആണ്. ഇതാണ് പ്രഷർ വേഴ്സസ് 1/V എന്ന് പറഞ്ഞാൽ 1/V മീൻസ് റെസിപ്രോക്കൽ ഓഫ് വോളിയം അല്ലെ? വോളിയത്തിന്റെ റെസിപ്രോക്കൽ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വോളിയം കൂടിയാൽ 1/V വാല്യൂ കുറയും അല്ലെ? അല്ലെങ്കിൽ വോളിയം കുറഞ്ഞാൽ 1/V വാല്യൂ കൂടി വരും. ശരിയാണോ? അപ്പൊ പിസ്റ്റൺ താക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? വോളിയം കുറയുകയാണ്, പ്രഷർ എന്താ? കൂടുക. അപ്പോൾ 1/V എന്താന്ന് പറഞ്ഞേ?
വോളിയം പറയുമ്പോൾ 1/v വാല്യൂ ഇൻക്രീസ് ചെയ്യും ആണല്ലോ. അപ്പോൾ എക്സ് ആക്സിനും വൈ ആക്സിനും സംഭവിക്കുന്ന വേരിയേഷൻ നോക്കി 1/v വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, പ്രഷർ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, രണ്ടും ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഗ്രാഫ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ദിസ് ഗ്രാഫ് ഷോസ് ദാറ്റ് the pressure and 1/v are directly proportional. നമുക്കറിയാം പ്രഷറും വോളിയം തമ്മിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. പക്ഷേ ഇവിടെ ഗ്രാഫ് പറയുന്നത് പ്രഷറും 1/v തമ്മിൽ നോക്കുമ്പോൾ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ടാണ് ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയത്. സോ ദീസ് ആർ ദ 3 ഡിഫറെന്റ് ഗ്രാഫിക് റെപ്രസെന്റേഷൻ ഓഫ് ബോയ്സ് ലോ. അപ്പോൾ ബോയ്സ് ലോ എക്സാമിൽ ചോദിക്കാൻ നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഇതെല്ലാം സിമ്പിൾ ആണ്, നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എന്താണ് ഒന്നാമത്തെ ലോ? ലോ സേസ് ദാറ്റ് വോളിയം ഓഫ് എ ഗിവൻ മാസ് ഓഫ് എ ഗ്യാസ് ഈസ് inversely proportional to its pressure at a constant temperature. പിന്നെ പറഞ്ഞത് ഇക്വേഷൻ V proportional to 1/p അല്ലെങ്കിൽ V is a constant 1/p or PV is a constant. അത് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ 2 ഡിഫറെന്റ് കണ്ടീഷൻസ് ആക്കുക. അപ്പോൾ P1 V1 is equal to a constant, P2 V2 is a constant. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം P1 V1 is equal to P2 V2. പിന്നെ 3 ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇതോടുകൂടി ബോയ്സ് ലോ കഴിഞ്ഞിരിക്കുക. ഇത്രയുള്ള സംഭവം ബോയ്സ് ഇതിലുള്ള സംഭവം ക്ലിയർ ആയോ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ശരി. സോ നെക്സ്റ്റ് ലോ ഈസ് ചാൾസ് ലോ. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ചാൾസ് ലോ രണ്ടാമത്തെ ലോ ആണ് കേട്ടോ. സോ നെക്സ്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ. ഇതാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ്. നോക്കി, volume of a given mass of a gas is directly proportional to its absolute temperature at a constant pressure. ഇതെങ്ങനെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതാം? നോക്കുക, ഒരു ഗ്യാസിന്റെ വോളിയം ഞാൻ V എന്ന് മാർക്ക് ചെയ്തു, അതിന്റെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ T എന്ന് മാർക്ക് ചെയ്തു. സോ ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ അത് ഇങ്ങനെ സിമ്പിൾ കണ്ടോ? അപ്പൊ ചാൻസലർ ചോദിച്ചാൽ നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്കാണ്. അപ്പൊ V proportional T at a constant pressure. അപ്പൊ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഇനി എന്താണ് ഈ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? അതോടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് നമ്മൾ സാധാരണ ടെമ്പറേച്ചർ പറയുമ്പോൾ ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലെ? ഇപ്പൊ കാലാവസ്ഥ നിരീക്ഷണമൊക്കെ ടി വിയിലൊക്കെ പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഉയർന്ന താപനില, താഴ്ന്ന താപനില എല്ലാം ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ സാധാരണ അങ്ങനെ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ അത് കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റും. കെൽവിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 273 നമ്മൾ ആഡ് ചെയ്യണം ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ. മനസ്സിലാക്കുക, ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ 273 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്താണോ അതിനെയാണ് നമ്മൾ കെൽവിൻ സ്കെയിൽ അല്ലെ അബ്സല്യൂട്ട് സീറോ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഞാൻ പറയാം. നോക്കുക, ഇപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് എന്നിരിക്കണം. ഇതിനെ നമ്മൾ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആക്കാൻ പറയാം. അപ്പൊ എന്താണെന്നറിയാമോ? 25 എടുക്കുക, അതിന്റെ കൂടെ 273 ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 298K എന്ന് എഴുതിയാൽ മതി. 298K മീൻസ് കെൽവിൻ എന്നാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് അതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് ജനറലായിട്ട് പറഞ്ഞാൽ സപ്പോസ് T ഡിഗ്രി സെൽഷ്യസ് എന്നിരിക്കട്ടെ, അതിനെ കെൽവിനാക്കാൻ പറഞ്ഞാൽ ആ T എടുക്കുക, അതിന്റെ കൂടെ 273 ആഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്നതാണ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, ക്യാപിറ്റൽ T എന്ന് പറയും. മനസ്സിലായി? അപ്പൊ എത്ര ഡിഗ്രി സെൽഷ്യസ് ആയിക്കോട്ടെ അതിനെ കെൽവിലേക്ക് മാറ്റാൻ എന്ത് ആഡ് ചെയ്യണം? 273 ആഡ് ചെയ്യണം. ഇത്രയും കൺവേർഷൻ ഓർത്തിരിക്കാമല്ലോ. അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് ഈ T എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തമ്മിൽ ലെറ്റർ വ്യത്യാസമുണ്ട്. ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ സ്മോൾ ലെറ്റർ ടിയും, കെൽവിൻ ആണെങ്കിൽ ക്യാപിറ്റൽ ടിയുമാണ് എഴുതുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതിനെ കെൽവിലേക്ക് കൺവേർട്ട് ചെയ്യണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഇക്വേഷൻ മോഡിഫൈ ചെയ്യുമ്പോൾ നോക്കുക, V is equal to a constant into T. ശരിയല്ലേ? ഇനി ആ T താഴെ കൊണ്ടുവന്നേ. അപ്പൊ V divided by T now is equal to what? A constant. അപ്പൊ ഇതൊരു ബോക്സിനകത്ത് എഴുതാൻ പോകണ്ട. മുമ്പത്തെ PV is a constant മുമ്പേ പറഞ്ഞില്ലേ? അതേപോലെ തന്നെ ഇവിടെ പറയാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് V/T is a constant. Okay, that's the ratio of volume of a given mass of a gas and its absolute temperature is a constant. ഇനി നമുക്ക് രണ്ട് ഡിഫറെന്റ് കണ്ടീഷനിലേക്ക് മാറ്റാം. മുമ്പേ പറഞ്ഞത് നോക്കുക. അപ്പൊ ഇതൊരു വെസൽ, ഇതൊരു പിസ്റ്റൺ, ഇതിന്റെ വോളിയം V1, ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ T1. ഇതേ ഗ്യാസ് നമ്മൾ വേറൊരു കണ്ടീഷനിലേക്ക് മാറ്റുന്നു, പിസ്റ്റൺ താത്തയും. അപ്പോൾ ഉള്ള വോളിയം V2 എന്ന് വിചാരിക്കുക, ടെമ്പറേച്ചർ T2 എന്ന് വിചാരിച്ച് ഈ ഇക്വേഷൻ കൊണ്ട് അപ്ലൈ ചെയ്യാം. ഫോർ ദ ഫസ്റ്റ് കണ്ടീഷൻ വി കൻ റൈറ്റ് V1 divided by T1 is equal to a constant എന്ന് പറയാമല്ലോ. കണ്ടോ? രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? V2 by T2 is equal to what? A constant വിളിക്കാം. അപ്പൊ രണ്ടിന്റെ റൈറ്റ് സൈഡ് നോക്കിയാട്ടെ, കോൺസ്റ്റന്റ് അല്ലേ?
അപ്പം ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. റൈറ്റ് ലെഫ്റ്റ് സെയിം ആയിരിക്കും. അപ്പൊ V1/T1 is equal to V2/T2. കണ്ടോ? This also another form of Charles law. അപ്പോൾ ചാൾസ് ലോയ്ക്ക് ഇവിടെ 3 ഇക്വേഷൻ നമുക്ക് എഴുതാൻ സാധിക്കും. ഒന്ന് V proportional T, രണ്ട് V/T is a constant, മൂന്ന് V1/T1 is equal to V2/T2. ഇനി ഇവിടെ നമുക്ക് ഗ്രാഫ് ഉണ്ട്. നോക്കാം ഗ്രാഫ് എന്താണെന്ന്. ചാൾസ് ലോ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇതുപോലെ X ആക്സും Y ആക്സും മാർക്ക് ചെയ്യാം. മനസ്സിലായോ? എന്നിട്ട് വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഒരു കോൺസ്റ്റന്റ് പ്രഷറാണ് കേട്ടോ. അപ്പൊ എന്താ പഠിച്ചത്? ഇത് തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. പിന്നെ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് ഇത് 0 വാല്യൂ ആണ്. മനസ്സിലായോ? ഒരിക്കലും ഗ്യാസിന്റെ വോളിയം 0 ആവുന്നില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ ഗ്രാഫ് വരയ്ക്കുന്നത് ഇതിനേക്കാൾ അല്പം കൂടെ ഹയർ വാല്യൂ വെച്ചുകൊണ്ട് ഗ്രാഫ് വരയ്ക്കാം. ഒരിക്കലും നിങ്ങൾ ഈ 0യിൽ നിന്ന് ഗ്രാഫ് വരയ്ക്കരുത്. മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന ഗ്രാഫ് ഇത് ഇങ്ങനെയാണ് കേട്ടോ. കേട്ടോ? ഈ ഗ്രാഫ് എന്താ പറയുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയവും കൂടുക. സോ V proportional to T at a constant pressure. So this is the graphical representation of what? Charles law. അപ്പോൾ ചാൾസ് ലോ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ മൂന്നാമത്തെ ലോ പഠിക്കാൻ പോവാം. ഓക്കെ, അടുത്ത ലോ അവഗാഡ്രോസ് ലോയെ കുറിച്ചാണ് കേട്ടോ. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ആദ്യം ഞാൻ പറയാം. അവഗാഡ്രോസ് ലോ സേസ് ദാറ്റ് equal volumes of all gases under the same conditions of temperature and pressure contain equal number of molecules. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഈക്വൽ വോളിയൂംസ് ഓഫ് ഓൾ ഗ്യാസസ്. നമ്മൾ 2 വെസൽ എഴുതുന്നു. 2 വെസൽ, ഇവിടെ ഒരു ഗ്യാസ്, ഇവിടെ വേറെ ഗ്യാസ്. ഓക്കെ, ഇതിന്റെ വോളിയം സപ്പോസ് V ലിറ്റർ, ഇവിടുത്തെ V ലിറ്റർ, ഇവിടുത്തെ ടെമ്പറേച്ചർ T, ഇവിടെ T, ഇവിടുത്തെ പ്രഷർ P, ഇവിടുത്തെ പ്രഷർ P. അപ്പൊ 3 കാര്യങ്ങൾ ഒരുപോലായി. ആരൊക്കെ? വോളിയം, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അങ്ങനെയാണെങ്കിൽ ഈ അവഗാഡ്രോ പറയുന്നത് ആദ്യത്തെ വെസലിനകത്ത് എത്ര നമ്പർ ഓഫ് മോൾസ് അല്ലെ മോളിക്യൂൾ ഉണ്ടോ അതേ എണ്ണം തന്നെ ആയിരിക്കും രണ്ടാമത്തിനകത്ത് വരുന്നത്. അല്ലാണ്ട് ഒരു വ്യത്യാസം സംഭവിക്കുന്നില്ല. അപ്പൊ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ V വോളിയം, N നമ്പർ ഓഫ് മോൾസ് അല്ലെ മോളിക്യൂൾ, ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഉണ്ടാവും. അപ്പൊ V പ്രൊപ്പോർഷണൽ ടു വാട്ട്? N. ഈ ഇക്വേഷൻ എഴുതിച്ചാൽ അപ്പോൾ Avogadro's law says that equal volumes of all gases under the same conditions of temperature and pressure contain equal number of molecules. That is V proportional to N. This law is called what? Avogadro's law. Clear? About the law says that equal volumes of all gases under the same conditions of temperature and pressure contains equal number of molecules. This is called what? Avogadro's law. Clear? Okay. Next, very important equation, that is ideal gas equation. അപ്പം നിങ്ങളുടെ സിലബസിനകത്ത് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. ഇത് ബേസ് ചെയ്ത് നമ്മൾ പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് രണ്ടും പഠിക്കണം. ആദ്യം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഡെറൈവ് ചെയ്യുന്നത്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നോക്കുക, നമ്മളിപ്പോൾ 3 ലോസ് പഠിച്ചില്ലേ? ആരൊക്കെ? ബോയ്സ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ. നിങ്ങൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഈ 3 ലോയുടെ കപ്ലൈ ചെയ്യണം. മീൻസ് കമ്പൈൻ ചെയ്യാം. അപ്പോൾ ഒരു പുതിയ ഇക്വേഷൻ കിട്ടും. ഓക്കെ, നോക്കാം. ശരിയാണ്. അക്കോർഡിംഗ് ടു ബോയ്സ് ലോ എന്താണ് പറയുന്നത്? V proportional to 1/P at a constant temperature. രണ്ടാമെന്താ പഠിച്ചേ? ചാൾസ് ലോ. V proportional to absolute temperature T at a constant pressure. മൂന്നാമത്തേത് അവഗാഡ്രോസ് ലോ. V proportional to എന്താണ്? N at a constant temperature and pressure. അപ്പൊ നോക്കി, ഈ 3 ഇക്വേഷന്റെയും ലെഫ്റ്റ് സൈഡിൽ ഉണ്ടോ? അതിനകത്ത് വോളിയമാണ്, ഒരാൾ തന്നെയല്ലേ. അപ്പൊ 3 കപ്ലൈ ചെയ്യാൻ പോവാം. അപ്പൊ എന്താവും? V proportional to കണ്ടോ 1/P into T into N എന്നാവും. കണ്ടോ? 3 കപ്ലൈ ചെയ്തു, റൈറ്റ് സൈഡ് കപ്ലൈ ചെയ്തു. അല്ലെങ്കിൽ V is equal to a constant കണ്ടോ into 1/P into T into N. ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഈ P ഇങ്ങ് വരും, Vയുടെ കൂടെ വരും. അപ്പൊ PV is equal to a constant, അത് ഞാൻ ക്യാപിറ്റൽ R എന്ന് മാർക്ക് ചെയ്യാൻ പോവാം. അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. R into T into N. പറയാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് PV is equal to NRT എന്ന് എഴുതുക. കണ്ടോ? PV equal to NRT. ഈ ഇക്വേഷൻ ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ how will you derive ideal gas equation? നമുക്ക് എഴുതാം. This equation can be derived by coupling,
Boyle's law, Charles law and Avogadro's law. According to Boyle's law, V proportional to 1 by P. According to Charles' law, V proportional to T. According to Avogadro's law, V proportional to N. So by coupling these three equations, we get V proportional to 1 by P into T into N, or V is equal to a constant into 1 by P into T into N, or PV is equal to R into T into N, or PV equal to nRT. Clear? ഇനി സപ്പോസ് n വാല്യൂ 1 ആണെന്ന് വിചാരിച്ച് 1 മോൾ ആണെന്നിരിക്കട്ടെ, അങ്ങനെ ഇക്വേഷൻ ചോദിക്കട്ടെ, ചോദ്യം ചോദിക്കും. അപ്പൊ ഇക്വേഷൻ വായിച്ച് PV is equal to n വാല്യൂ 1 അല്ലേ, അപ്പോൾ ബാക്കി എന്താ RT എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ PV equal to RT. This is ideal gas equation for 1 mole. ഒരിക്കൽ ചോദിച്ച പരീക്ഷ ഇത് എന്താണ്? റൈറ്റ് ideal gas equation for n moles and 1 mole. രണ്ടും ചോദിച്ചു. അപ്പോൾ ഇക്വേഷൻ ഉണ്ടോ PV equal to nRT, that is ideal gas equation for n mole, and PV equal to RT, that is ideal gas equation for 1 mole. ഇനി ഓരോ ടേം ഒന്ന് പരിശോധിക്കാം. What is P? Pressure. V volume. N number of moles. R universal gas constant. അങ്ങനെ ഒരു വാക്കുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. R വെറും കോൺസ്റ്റന്റ് അല്ല, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അതിന് ചില വാല്യൂസ് ഉണ്ട്. പക്ഷെ ഇന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ മിക്കവാറും ആറിന്റെ വാല്യൂ നിങ്ങൾക്ക് തരുന്നത് 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ. ഇങ്ങനെ വാല്യൂ ആണ് മിക്കവാറും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളത്. മനസ്സിലായോ? അപ്പൊ യൂണിറ്റ് ലിറ്റർ അറ്റ്മോസ്ഫിയർ ആണ് എന്റെ വരുന്നത്. അപ്പോൾ R is equal to a constant known as universal gas constant. പിന്നെ T അത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കഴിയും. ക്ലിയറായല്ലോ? അപ്പോൾ നമ്മൾ സ്റ്റോയിക്യോമെട്രിന്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി ഉണ്ടാവും. ഓക്കെ, സീ യു.